ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്. സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ഇസ് റെഫർ ടു ദ എമൗണ്ട് ഓഫ് മണി സെറ്റ് set for sales promotion activities. A sales promotion budget is estimated the cost of sales promotion campaign so as to avoid overspending and underspending on sales promotion activities. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉൽപ്പാദകൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള വിൽപ്പന പ്രചരണ രീതികൾക്ക് എന്തുമാത്രം പണമാണ് ചെലവഴിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയാണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം അതുപോലെ തന്നെ വിൽപ്പന മൂല്യവും അതിന് കൂടുതൽ കസ്റ്റമേഴ്സും ഉണ്ടാകുവാൻ വേണ്ടി അവർ നടത്തുന്ന വ്യത്യസ്ത സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് എന്തുമാത്രം തുകയാണ് ചെലവഴിക്കേണ്ടതെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അനന്തരഫലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് അമിതമായിട്ട് തുക ചെലവഴിക്കേണ്ടി വരികയോ അല്ല എങ്കിൽ കുറഞ്ഞ തുക ചെലവഴിക്കേണ്ടി വരികയോ വരുന്നില്ല. തൽഫലമായിട്ട് എന്താണ്, ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് നിയന്ത്രിച്ച് നിർത്തുവാനും അതുപോലെ തന്നെ എന്താണ്, ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഏറ്റവും ചെലവ് ചുരുക്കി കാര്യക്ഷമതയുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുവാനും ഒരു കമ്പനിയെ സഹായിക്കുന്ന ഒന്നാണെന്തെന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അലോക്കേഷൻ ഓഫ് മോണിറ്ററി റിസോഴ്സസ് to sales promotion is determine the promotion strategy of the firm. Before deciding the money allocated sales promotion, a firm evaluates several factors such type of product, its stage of product life cycle, the market situation, the level of competitive activity. All those factors influence the sales promotion budget. അതായത് ഒരു കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് എന്തുമാത്രം തുക അല്ലെങ്കിൽ എന്തുമാത്രം പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയാണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നമ്മൾ ഏതൊരു കമ്പനിയും രൂപവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടാതെ തന്നെ എന്താണ്, ആ പ്രൊഡക്റ്റിനെ സ്വാധീനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വിപണന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ തരത്തിലുള്ള ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വിൽപ്പന മൂല്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതിന് എന്തുമാത്രം തുക വേണ്ടി വരും എന്ന് ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു വിപണിയിലെ ഈ തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും, ഒരു ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗ കാലാവധി, ആ ഉൽപ്പന്നം വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇത് കൂടാതെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ അനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഏതൊരു കമ്പനിയും ആ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള ആസൂത്രണ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കുവാൻ എന്തുമാത്രം തുക ചെലവഴിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു പ്രവർത്തനമാണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ഘടകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നമ്മൾ ഏതൊരു കമ്പനിയും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമാണ് പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷണൽ ബഡ്ജറ്റ്. ഒരു കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എന്തുമാത്രം തുകയാണ് തങ്ങളുടെ കമ്പനിയിൽ മാറ്റി വെക്കേണ്ടത് എന്ന് അല്ലെങ്കിൽ വകയിരുത്തേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സെക്ഷനാണ് പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ബഡ്ജറ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളിൽ കൂടിയാണ് ഓരോ കമ്പനിയും അവരുടെ കമ്പനിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം കിട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന ഓരോ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനും നീക്കി വയ്ക്കുന്ന പൈസ കണ്ടെത്തുന്നത് പല രീതിയിലാണ്. ഓരോ കമ്പനീസും ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയെന്നാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്.
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ്. ദ മെത്തേഡ് ഇസ് മോസ്റ്റ് പോപ്പുലർ എമംഗ് ദ കമ്പനീസ്. ഇൻ ദിസ് അപ്രോച്ച് ദ ബഡ്ജറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ദ സെയിൽസ് ഫിഗർ ടേക്കൺ കുഡ് ബി pertain to the previous year or the average of several past year. The percentage could be based on the forecast sales for the year under consideration. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പെർസെൻറ്റേജ് ഇവിടെ ഈ തരത്തിൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം എല്ലാ കമ്പനികൾക്കിടയിലും വളരെയധികം ജനപ്രിയമായിട്ടുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് മെത്തേഡാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടുവാൻ വേണ്ടി നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവാകുന്ന തുക കമ്പനിയുടെ കഴിഞ്ഞ കൊല്ലത്തെ ഉൽപ്പന്നങ്ങളുടെ വിപണന തുകയുടെ നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഏതൊരു കമ്പനി ആയിക്കോട്ടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി കണ്ടെത്തുന്ന തുക എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലം കമ്പനിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചതിന് ശേഷം എന്തുമാത്രം ലാഭം ഉണ്ടായിട്ടുണ്ടോ ആ ലാഭത്തിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, ഈ കൊല്ലം കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടുവാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവഴിക്കുന്നു. ഓക്കെ, അങ്ങനെ ഓരോ പ്രീവിയസ് ഇയറിലെയും സെയിൽസ് എമൗണ്ടിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ഭാവിയിലെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്നു. ആ രീതിയിലുള്ള ഒരു മെത്തേഡിനെയാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഏതൊരു കമ്പനി ആയിക്കോട്ടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് എമൗണ്ട് കണ്ടെത്തുന്നത് കമ്പനിയുടെ പ്രീവിയസ് ഇയറിലെ സെയിൽസ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും ഭാവിയിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയായിട്ട് കണ്ടെത്തുന്നത്. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഓരോ കൊല്ലത്തെയും ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിക്കുന്ന അനുസരിച്ച് കിട്ടുന്ന ലാഭത്തിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭാവിയിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഉള്ള തുക കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കൊല്ലം കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വളരെയധികം കൂടുതലാണ് എങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് ഈ കൊല്ലം ഉൽപ്പന്നങ്ങൾ വിറ്റ് കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ കിട്ടിയേക്കുന്ന ലാഭത്തിൽ നിന്ന് സെർട്ടൻ പെർസെൻറ്റേജ് എടുത്തുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലേക്ക് ചെലവഴിക്കാൻ പറ്റും. പിന്നെ അടുത്ത കൊല്ലം എന്താണ്, കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ലാഭത്തിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പറ്റും, അതെടുത്തുകൊണ്ട് കമ്പനിക്ക് നെക്സ്റ്റ് ഇയറിൽ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ തുക ചെലവഴിക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ കമ്പനിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കമ്പനിയുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് എടുത്തുകൊണ്ട് ഭാവിയിലേക്ക് ഇത്ര രൂപ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ചെലവഴിക്കണമെന്ന് കമ്പനി മുൻകൂട്ടി നിശ്ചയിക്കുന്നു. ഇങ്ങനെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നും നിശ്ചിത പെർസെൻറ്റേജ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിനെയാണ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Unit sales of method. This method is commonly used by the companies dealing high-priced products, generally consumer durable goods such as refrigerator, washing machine, many other items inserted the rupees value of sales. As the percentage of sales method is the base is physical volume of either past or anticipated sales. This figure of unit is then multiplied by fixed amount of money to reach the budget amount. അതായത് നമ്മൾ ഇതിന് മുമ്പത്തെ കാര്യത്തിൽ പഠിച്ച കാര്യം പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി കമ്പനി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് പണം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഓരോ കൊല്ലത്തെയും ടോട്ടൽ എമൗണ്ട് ഓഫ് സെയിൽസിൽ നിന്നും സർട്ടൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു, കമ്പനി സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി നീക്കി വെക്കുന്നു അല്ലേ. അപ്പോൾ സെയിൽസ് എമൗണ്ടിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് ആ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനായിട്ട് നീക്കി വെക്കുന്നത്. എന്നാൽ യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡിൻ്റെ അകത്ത് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഉൽപ്പന്നങ്ങൾ ഓരോ കൊല്ലം എത്ര എമൗണ്ട് വെച്ചാണ് എത്ര യൂണിറ്റാണ് വിറ്റഴിക്കുന്നത്
ആ വർദ്ധിച്ചു വരുന്ന യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ യൂണിറ്റിനും എന്താണ് നിശ്ചിത എമൗണ്ട് വെച്ചുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനായിട്ട് കമ്പനി വകയിരുത്തുന്നു. ആ രീതിയിലുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് പ്രിപ്പറേഷനാണ് യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ, അതായത് ഒരു കമ്പനിയുടെ വിലയേറിയ ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തരത്തിലുള്ള യൂണിറ്റ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ രീതി നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു ഉൽപ്പന്നം വിറ്റഴിച്ചാൽ അതിന് ആ ഉൽപ്പന്നത്തിൻ്റെ നമ്പർ അനുസരിച്ചുകൊണ്ട് ഇത്ര രൂപ വകയിരുത്തി വെച്ചിട്ടുണ്ടാകും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഒരു റെഫ്രിജറേറ്റർ വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നത് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ കടയിൽ നിന്നും ഒരു ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു അടുത്ത കൊല്ലത്തെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, 100 രൂപ നീക്കി വയ്ക്കും. ഒരു ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ 100 രൂപയായിരിക്കും അടുത്ത കൊല്ലത്തെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ നീക്കി വയ്ക്കുന്നത്. അപ്പോൾ 10 ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്താണ്, ഒരു ഫ്രിഡ്ജിന് 100 രൂപ വെച്ചുകൊണ്ട് 10 ഫ്രിഡ്ജ് വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപയായിരിക്കും അടുത്ത കൊല്ലത്തെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ നീക്കി വയ്ക്കുന്നത്. ഇങ്ങനെ എന്താണ്, ഒരു കമ്പനിയിൽ നിന്നും ഒരു കൊല്ലത്തിൽ എത്ര ഉൽപ്പന്നമാണോ, എത്ര യൂണിറ്റ് ഓഫ് ഉൽപ്പന്നമാണോ വിറ്റഴിഞ്ഞ് പോകുന്നത്, ആ ഉൽപ്പന്നങ്ങളുടെ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഉൽപ്പന്നത്തിനും എത്ര രൂപയാണോ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിറ്റഴിക്കാൻ നിശ്ചയിച്ച് വെച്ചേക്കുന്നത് അതേ ഇൻറ്റു എത്ര യൂണിറ്റാണോ വിറ്റ് പോയേക്കുന്നത്, അന്നേരം കിട്ടുന്ന തുക എത്രയോ അതായിരിക്കും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനായിട്ട് നമ്മൾ ആ കൊല്ലം വിനിയോഗിക്കുന്നത്. അതായത് ഓരോ കമ്പനിയും തങ്ങളുടെ കമ്പനിയിൽ നിന്നും എന്തുമാത്രം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് പോകുന്നുണ്ടോ, എത്ര എണ്ണം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് പോകുന്നുണ്ടോ, ആ ടോട്ടൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഉൽപ്പന്നത്തിനും നിശ്ചിത എമൗണ്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഫ്യൂച്ചറിൽ നടത്താൻ വേണ്ടി മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എത്ര യൂണിറ്റ് ഓഫ് ഉൽപ്പന്നങ്ങൾ ഓരോ കൊല്ലം വിറ്റഴിച്ച് പോകുന്നത് വർധനവ് ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പിറ്റേ കൊല്ലത്തേക്ക് വേണ്ടി വരുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള തുകയുടെ എമൗണ്ടിലും വർധനവ് ഉണ്ടാകുന്നു. ഓക്കെ, ഇതിവിടെ കമ്പനി പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ മെത്തേഡിൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം അല്ലെങ്കിൽ എന്താണ് ഒരു കൊല്ലത്തെ വിൽപ്പന വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്ന തുക നീക്കി വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൊല്ലം ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത്, പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം ഓരോ കൊല്ലം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച് വെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നു. എന്നാൽ യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പന്നങ്ങളുടെ എണ്ണം എത്രയാണോ വർദ്ധിച്ചു വരുന്നത് ഓരോ കൊല്ലം വിൽപ്പനയിൽ, ഈ കൊല്ലം ഇപ്പോൾ 2020 കാലഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ റെഫ്രിജറേറ്റർ വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നത് ഏകദേശം 20 റെഫ്രിജറേറ്ററാണ് എൻ്റെ ഈ കടയിൽ ഈ 2020 കാലഘട്ടത്തിൽ വിറ്റ് പോയിട്ടുള്ളതെങ്കിൽ അടുത്ത കൊല്ലം അത് 30 റെഫ്രിജറേറ്ററായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന തുക പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു റെഫ്രിജറേറ്റർ വിറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ 100 രൂപയാണ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് ഞാൻ കണ്ടെത്തുന്നതെങ്കിൽ, ഈ കൊല്ലം 20 റെഫ്രിജറേറ്റർ വിറ്റ് പോയി കഴിഞ്ഞാൽ 20 റെഫ്രിജറേറ്റർ ഈ കൊല്ലം വിറ്റു. ഒരു റെഫ്രിജറേറ്റർ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത കൊല്ലത്തെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി കണ്ടെത്തുന്ന തുക എന്ന് പറയുന്നത് 100 രൂപ വെച്ചാണ്. അപ്പോൾ 20 × 100 അപ്പോൾ ഏകദേശം എന്താകും, 20,000 രൂപയായിരിക്കും 2,000 രൂപയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി കണ്ടെത്തുന്നത് ഈ കൊല്ലം. ഇനി നെക്സ്റ്റ് ഇയറിൽ വരുമ്പോൾ ഞാൻ വിറ്റഴിക്കുന്നത് 30 റെഫ്രിജറേറ്ററാണ് വിറ്റഴിച്ചേക്കുന്നതെങ്കിൽ 30 × 100 അപ്പോൾ എത്ര വരും, പിറ്റത്തെ കൊല്ലത്തെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ കണ്ടെത്തുന്നത് 3,000 രൂപയായിരിക്കും. ഇങ്ങനെ വിറ്റഴിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് കൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്ന രീതിയാണ് യൂണിറ്റ് ഓഫ് സെയിൽസ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് മെത്തേഡിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കമ്പനിയിലും ഓരോ കൊല്ലം ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എത്രയാണോ, അല്ലെങ്കിൽ എന്താണ് സെയിൽസ് വഴി എത്ര എമൗണ്ടാണ് കിട്ടുന്നത്, അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനി മാർക്കറ്റേഴ്സ് മാച്ച് ഓർ ദ ബേസ്
their sales promotion budget to that of the major competitors. This method is evaluate the sales promotion strategies of the competitors, prepare the sales promotion budget. Okay, അതായത് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ എക്സ്പെൻസ് കമ്പയർ ചെയ്ത് നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നീക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം കിട്ടാൻ വേണ്ടിയെങ്കിൽ അവരുമായി അത് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം കിട്ടാൻ വേണ്ടി വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ കൂടുതൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണന മൂല്യം കിട്ടാൻ വേണ്ടി കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള തുക വകയിരുത്തുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു രീതിയാണിതെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് അതായത് വ്യത്യസ്തരായിട്ടുള്ള ബിസിനസ്സുകാർ തങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് പരസ്പരം താരതമ്യം ചെയ്ത് നോക്കുന്നു. ഓരോരുത്തരും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി നീക്കി വെച്ചേക്കുന്ന തുക എന്തുമാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഓരോ ബിസിനസ്സുകാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള തുക നീക്കി വെക്കുന്നത് വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള തുക എന്തുമാത്രമാണ് വേണ്ടത്, കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ എന്തുമാത്രം തുകയാണ് തങ്ങളുടെ ബിസിനസ്സിന് വേണ്ടതെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് അഫോർഡബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. അഫോർഡബിൾ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ in using this approach budget allocation, the amount that is left over after all other relevant allocations have been made is allocated for sales promotion. This approach is used generally by companies with a small budget. അതായത് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ഈ ഒരു അഫോർഡബിൾ സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം കിട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി കമ്പനി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് കമ്പനിയുടെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും തുക ചെലവാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മിച്ചം എന്തുണ്ടോ അതായിരിക്കും എന്ത് ചെയ്യുന്നത് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഒരു കമ്പനിക്ക് ഒരു കൊല്ലം ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഒരു കമ്പനി നീക്കി വെച്ചിട്ടുണ്ടാകും. ആ കമ്പനിയുടെ എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള തുക വകയിരുത്തിയതിനു ശേഷം ബാക്കി വരുന്ന മിച്ചം തുക എന്തുണ്ടോ അതുമാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പനി സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ കമ്പനി എന്താണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എമൗണ്ട് തയ്യാറാക്കുന്ന രീതിയാണ് അഫോർഡബിൾ സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സാധാരണ രീതിയിൽ ചെറുകിട കമ്പനികളായിരിക്കും, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എന്താണ് വരുമാനം അല്ലെങ്കിൽ എന്താണ് വരുമാനം കുറഞ്ഞിരിക്കുന്ന ചെറിയ കമ്പനികളായിരിക്കും ഈ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചെറിയ രീതിയിൽ വിപണന മൂല്യം ഉണ്ടാകുവാനും ചെറിയ രീതിയിൽ വിൽപ്പന മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുവാനും വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവർ ചെറിയ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നു. അതിനുണ്ടാകുന്ന ചിലവ് അവ എന്തുമാത്രമുണ്ട് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് അഫോർഡബിൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ നിശ്ചിത പങ്കും കമ്പനിയുടെ മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കമ്പനിക്ക് ബാക്കി എന്താണ് കമ്പനിക്ക് മിച്ചമുള്ളത് അത് കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. ഇനി കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡിലാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് കോമ്പറ്റേറ്റീവ് പാർട്ടി മെത്തേഡിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണന മൂല്യം ലഭിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവർ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മത്സരിച്ച് നിന്നുകൊണ്ട് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുണ്ടായേക്കുന്ന കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണന മൂല്യം കിട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതിന് അവർ എത്ര രൂപയാണ് തുക ചെലവഴിച്ചേക്കുന്നത് എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ മത്സര നേട്ടം കൈവരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ
കൂടുതൽ വിപണന മൂല്യം ഉണ്ടാകാൻ വേണ്ടി അവരെക്കാൾ കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റും തയ്യാറാക്കുന്നു. ആ ഒരു രീതിയാണെന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് പാർട്ടി സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഒബ്ജക്റ്റീവ് എൻഡ് ടാസ്ക് മെത്തേഡ് എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് ഈസ് ഡ്രിവൺ ബൈ സ്ട്രാറ്റജി ദ പ്രൊമോഷൻ മാനർ സ്റ്റാർട്ടഡ് ബൈ മേക്കിംഗ് throughout the study of the market, the product, competition and the consumer behavior in order to set appropriate promotion objectives. Okay, this object എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു മെത്തേഡിൽ ഒരു കമ്പനി സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം നടത്താൻ വേണ്ടി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ വിപണന മൂല്യമോ അല്ലെങ്കിൽ വിൽപ്പന മൂല്യമോ വർദ്ധിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് നിശ്ചിത തുക മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ മാറ്റിവെക്കേണ്ടി വരുന്ന തുക ഏത് രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ലക്ഷ്യബോധം കൃത്യമായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ലക്ഷ്യബോധത്തിൽ ഊന്നിക്കൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണോ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന്. ഇനി മറ്റൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് മെത്തേഡിന് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിസിനസ് സ്ഥാപനം തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആ ലക്ഷ്യത്തെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുന്നു. ഉദാഹരണം, കോമ്പറ്റേറ്റേഴ്സായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം, കോമ്പറ്റേറ്റേഴ്സായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയുടെ സ്വഭാവം എങ്ങനെയാണ്, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളുടെ സ്വഭാവം എങ്ങനെയാണ്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എങ്ങനെ കൂട്ടാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തങ്ങളുടെ വിപണന ലക്ഷ്യങ്ങൾ ഏറ്റവും സ്ഥാപിച്ചെടുക്കുക. ദെൻ ആ വിപണന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഏതൊക്കെ ഘടകങ്ങളാണ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നത് എന്ന് തീരുമാനിക്കുക. ഈ ഒരു ഘടകങ്ങളെയൊക്കെയും തങ്ങളുടെ സ്ഥാപിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വിപണന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എങ്ങനെ അനുകൂലമാക്കി മാറ്റാം, അതിന് ഏതൊക്കെ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ് കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം ഓരോരോ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനും ഉണ്ടാകേണ്ട ചെലവ് എന്തുമാത്രമെന്ന് നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ആൻഡ് ടാസ്ക് മെത്തേഡിൽ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു കമ്പനിയുടെ വരുമാനത്തേക്കാൾ കൂടുതലാണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് വന്നതെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങളെ കമ്പനിയുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കിയുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കമ്പനി സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അത് വലിയ ചിലവേറിയൊരു കാര്യമാണെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിൻ്റെ ചിലവ് ചുരുക്കുക, അതിനനുസൃതമായിട്ട് കമ്പനിയുടെ ലക്ഷ്യങ്ങളെ പരിമിതപ്പെടുത്തുക. ഈ തരത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ എൻഡ് ടാസ്ക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, ഒബ്ജക്റ്റീവ് ആൻഡ് ടാസ്ക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റിനനുസൃതമായിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുവാനും അതനുസരിച്ചുകൊണ്ട് കമ്പനിക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്തുമാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് തീരുമാനിക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരു സെയിൽസ് പ്രൊമോഷൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തന തലങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. ആ കാര്യമാണ് തൊട്ട് താഴേക്ക് പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞേക്കുന്നതാണ് ദ സ്റ്റെപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിനിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അസസ്മെൻറ്റ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉൽപ്പാദകൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയിലെ പ്രധാനപ്പെട്ട അവസരങ്ങൾ എന്തൊക്കെയെന്ന് വിലയിരുത്തുക എന്നതാണ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ദ ഫേം ഹാസ് ടു ഫസ്റ്റ് എക്സാമിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയിലെ ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയും അവയെ പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് ഏതൊരു ബിസിനസ് സംരംഭത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ current users, influence the group and evaluate the past sales to know what the customers bought. They will help the firm to calculate the future sales needs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ ബിസിനസ് ഫേം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിലെ വിപണിയിലെ ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയുന്നത്
അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ കൊല്ലം വാങ്ങി ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയെന്നും ഏതൊക്കെ ഗ്രൂപ്പുകളാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങി ഉപയോഗിച്ചതെന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ ആരൊക്കെയെന്ന് മനസ്സിലാക്കുവാനും അതുകൂടാതെ തന്നെ അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുവാനും ഒരു ബിസിനസ്സുകാരനെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, വിപണിയെ പറ്റിയുള്ള വിശകലനം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാവിയിലേക്കുള്ള ഒരു കമ്പനിയുടെ ഭാവിയിലെ വിൽപ്പന ഒരു കമ്പനിയിലെ ഭാവിയിലെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കാൻ കമ്പനിയെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിലെ ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഭാവിയിലെ വിൽപ്പന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതാണ്. ഇതൊരു കമ്പനിക്ക് വിപണിയിലെ പ്രധാനപ്പെട്ട അവസരങ്ങൾ തിരിച്ചറിയുവാനും ഓരോ ഉപഭോക്താക്കളുടെയും ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ശരിയായ രീതിയിലും ഫലപ്രദമായ രീതിയിലും ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് ഫേമും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏത് വിപണിയിലാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് ആ വിപണിയിലെ ആളുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ വിപണിയിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയെന്നും തിരിച്ചറിയുക. തൽഫലമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ പറ്റിയും അവരുടെ ആവശ്യകതകൾ എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതിനനുസൃതമായിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുവാനും അത് ആസൂത്രണം ചെയ്യുവാനും സാധിക്കുന്നു. ഇതുകൂടാതെ തന്നെ എന്താണ്, ഒരു കമ്പനിയുടെ ഭാവിയിലെ വിൽപ്പന ആവശ്യങ്ങൾ കണക്കാക്കാൻ ഈ തരത്തിലുള്ള മാർക്കറ്റ് അനാലിസിസ് പ്രധാനമായിട്ടും ഏതൊരു ബിസിനസ് സംരംഭത്തെ സഹായിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈനിങ് ദി പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത് എന്ന് കൃത്യമായിട്ടും ഒരു നിർവചനം, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഏതൊരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനും. നമ്മൾ ഏറ്റവും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന വിപണിയിലെ അവസരങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയുന്നു. അതിനനുസൃതമായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വിപണിയിലെ അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിലെ അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിശ്ചിതമായിട്ടുള്ള നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പ്രൊമോഷൻ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ലോങ് ഓർ ഷോർട്ട് ടൈം ബിഹേവിയർ ഓഫ് ബൈ പീപ്പിൾ ഹു ഹാവ് ബീൻ എക്സ്പോസ്ഡ് ദ പ്രൊമോഷണൽ കമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്താണ് വെച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് objectives are to be clearly stated on the basis of different phases of the market development. ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിൽ തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് വേണം എന്ത് സെറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ഉൽപ്പന്നം ആദ്യമായിട്ട് ഒരു വിപണിയിൽ അവതരിപ്പിക്കുകയാണ് എങ്കിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ജനപ്രിയത കിട്ടുവാനും ആ ഉൽപ്പന്നത്തിൻ്റെ വിപണന മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുവാനും വേണ്ടി. അല്ല എങ്കിൽ എന്താണ്, ആ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കഴിഞ്ഞു, അതിനുശേഷം എന്താണ് ആ ഉൽപ്പന്നങ്ങളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടി. ഇതുകൂടാതെ തന്നെ എന്താണ് ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം മറ്റു കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വന്നതോടുകൂടി കുറയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മേലെ തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ വിപണന മൂല്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്കറ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വ്യത്യസ്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണോ വികസിപ്പിച്ചെടുക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓരോ ഉൽപ്പാദകനും തങ്ങളുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ തീരുമാനിക്കുവാൻ. ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വരുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപണന മൂല്യം കിട്ടുവാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്താണ്, മച്യൂരിറ്റി ആൻഡ് ഡിസ്ലൈൻ. അതായത് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഫേം
മാർക്കറ്റിൽ ഒരു നിശ്ചിത ഒരു നിലയിൽ എത്തുകയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്നും താഴ്ത്തപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ജനപ്രീതി ഉണ്ടാകുവാനും കൂടുതൽ ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാനും വേണ്ടി ഇങ്ങനെ ഏത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ തങ്ങൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നത് അത് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ടാകണം. അതെങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുമായിട്ട് നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് ലക്ഷ്യമാണ് തങ്ങൾക്ക് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടുവാൻ വേണ്ടിയാണോ, അതോ ഒരു പുതിയ ഉൽപ്പന്നം മാർക്കറ്റിൽ വരുമ്പോൾ അതിന് കൂടുതൽ വിപണന മൂല്യം കിട്ടുവാൻ വേണ്ടിയാണോ, അതോ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കടന്നുവരവ് മൂലം തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കുറഞ്ഞു പോയത് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണോ, അതോ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയാണോ, എന്ത് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടിയാണ് തങ്ങൾ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടും അത് മുൻകൂട്ടി തീരുമാനിക്കുക. അത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന മാർക്കറ്റിലെ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ദീർഘ കാലഘട്ടത്തിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണോ വേണ്ടത്, അതോ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ഷോർട്ട് ടൈം സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുക. ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനും തങ്ങളുടെ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന വിപണിയിലെ അവസരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ എന്ത് ലക്ഷ്യമാണ് തങ്ങൾ ആ വിപണിയിൽ നിന്ന് നേടിയെടുക്കേണ്ടത്, ഈ അവസരങ്ങളിൽ കൂടി തങ്ങൾ ഏത് ലക്ഷ്യമാണ് നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡിങ് ദി പ്രൊമോഷൻ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നടത്തേണ്ടതെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിലെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു വിപണന ലക്ഷ്യം തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ് നടത്തേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള വിൽപ്പന പ്രചരണ രീതികളാണ് ബിസിനസ്സിൽ തങ്ങളുടെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തേണ്ടത്, ആ ഒരു പ്രൊമോഷണൽ രീതിസ് ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഇൻഫർമേഷൻസ് derived obtained ഫ്രം ദ അസസ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് വിൽ അസിസ്റ്റ് ഫ്രെയിം ഡിസൈഡിങ് ദ sales promotion mix to be used. The firm may decide on the combination of different promotion elements as per the need of market concerned. അതായത് ഏതൊരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിലെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ അവസരങ്ങളെ തങ്ങളുടെ ബിസിനസ്സിനെ അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആസൂത്രണം ചെയ്യുക, അത് ബിസിനസ്സിൽ നടപ്പിലാക്കുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ വിപണിയിലെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളുടെ ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ട് ആ വിപണിയിലെ അവസരങ്ങളെ തങ്ങളുടെ ബിസിനസ് വേമിന് അനുകൂലമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ബിസിനസ്സുകാരന് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ തങ്ങൾ ഒരു മാർക്കറ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും തങ്ങളുടെ ബിസിനസ് വേമിനും വളരെ ദീർഘകാലഘട്ടത്തേക്ക് വേണ്ട ഒരു നിലനിൽപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുക, വിപണിയിലെ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തുക. ആ അവസരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ അവസരങ്ങൾ എങ്ങനെ ഫലപ്രദമായിട്ട് തങ്ങളുടെ ബിസിനസ് വേമിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. ഓരോ അവസരങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ഓരോ അവസരങ്ങളെയും തങ്ങളുടെ ബിസിനസ് വേമിന് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആസൂത്രണം ചെയ്യുക, അത് ഫലപ്രദമായി നടപ്പിലാക്കുക. അങ്ങനെ മാർക്കറ്റിലെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ് വേമിനെ തങ്ങളുടെ ബിസിനസ് വേമിന് ആവശ്യങ്ങളെ അനുകൂലമാക്കി മാറ്റുക എന്നതാണ് പ്രധാനമായിട്ടും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള മാർക്കറ്റിലെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ വിപണിയിലെ ആവശ്യങ്ങളെ തങ്ങളുടെ ബിസിനസ് വേമിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമാക്കി മാറ്റുക. ആ തരത്തിലുള്ള വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ നടപ്പിലാക്കുക. സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ വഴിയാകാം, അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡുകളാകാം, അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സെല്ലിംഗ് മെത്തേഡുകളാകാം. ഈ തരത്തിൽ എന്താണ് തങ്ങളുടെ ബിസിനസ് വേമിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലുള്ള
മാർക്കറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ മെത്തേഡുകൾ ആസൂത്രണം ചെയ്യുകയും അവയെ ഒരുമിച്ച് കൂട്ടി അവയെ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുലേറ്റിംഗ് ദി സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. അതായത് ഏതൊരു ബിസിനസ്സുകാരനും വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അവയെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അവലംബിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഏതൊരു ബിസിനസ് ഫേമിനും തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് തൊട്ട് താഴേക്ക് പറഞ്ഞേക്കുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ മിക്സ് ഏതൊക്കെയാണ് വേണ്ടത്, തങ്ങളുടെ ബിസിനസ് ഫേമിന് ഒരു വിപണിയിൽ തങ്ങളുടെ ബിസിനസ് ഫേമിന് വളരുവാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ മിക്സുകൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവയെ എങ്ങനെ ശരിയായ രീതിയിൽ നടപ്പിലാക്കാം അതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുക എന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോർമുലേറ്റിംഗ് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് സ്റ്റേജ് ദ ഫേം ഹാസ് ഫോക്കസ് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ടു ബി ഫോളോവഡ്. ദ സ്ട്രാറ്റജി മേ പുഷ് ദ സ്ട്രാറ്റജി, പുൾ ദ സ്ട്രാറ്റജി, കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തലത്തിൽ, നാലാമത്തെ ഈ തലത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും ആ അവസരങ്ങളെ തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്സുകൾ രൂപവൽക്കരിക്കുകയും ചെയ്യുന്നു. അവയെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്, വിൽപ്പന പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ആ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ തന്ത്രങ്ങളോടുകൂടി സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനെ സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ തന്ത്രങ്ങളാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പുഷ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരൻ്റെയും ഏതൊരു ഉൽപ്പാദകൻ്റെയും ഉൽപ്പന്നങ്ങൾ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ്, അല്ലേ? അപ്പോൾ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഓഫറുകളും ഇൻസെൻറ്റീവ്സും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ വേണ്ടി ഒരു ഉൽപ്പാദകൻ ശ്രമിക്കുന്ന രീതിയാണ്, ആ രീതിയിൽ നടത്തപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കിനെയാണ് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ തരത്തിലുള്ള ഒരു തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണിയിൽ തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യവും തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയും സാധ്യമാക്കുക. അല്ലെങ്കിൽ പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഫോമുണ്ട്. പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഉൽപ്പാദകരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നു. തൽഫലമായിട്ട് എന്താണ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും അതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂടാൻ വേണ്ടി കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൂടുതൽ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധയെ പ്രൊഡക്റ്റ് അനുകൂലമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്കും കസ്റ്റമേഴ്സ് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഒരു ഉൽപ്പാദകൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിക്കുന്ന രീതിയാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ തരത്തിൽ ഈ മൂന്ന് രീതിയിലുള്ള ഏതെങ്കിലും ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിലെ അവസരങ്ങളെ തങ്ങളുടെ ബിസിനസ് ഫേമിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമാക്കി മാറ്റുക, ആ രീതിയിൽ ഉള്ള സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ബിസിനസ്സിൽ അവലംബിക്കുക എന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ദി പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമാണ് ഡെവലപ്പിംഗ് ദി പ്രൊമോഷൻ ബഡ്ജറ്റ്. The firm has to determine the total promotion budget. This is involved determine the cost per market promotional mix element. The firm has breakdown fund allocation among different promotion elements to determine affordability and the percent of sales. By breaking down the cost, the firm will get better idea on measuring the success of potential of the advertisement campaign. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
വ്യത്യസ്തമായിട്ടുള്ള വിപണിയുടെ അവസരങ്ങൾ എന്തൊക്കെയാണ്, വിപണിയിൽ ഒരു ബിസിനസ് സ്വയം വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്വയത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപണന ലക്ഷ്യം എന്തെന്നുള്ളത് അല്ലെങ്കിൽ പ്രൊമോഷൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രചരണ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. നാലാമത്തെ കാര്യം അതിനു വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷണൽ തന്ത്രങ്ങൾ നമ്മൾ രൂപവൽക്കരിച്ചു. അഞ്ചാമത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ സ്കീമുകൾ നമ്മൾ അവലംബിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് അതിന് മുമ്പ് തൊട്ട് മുകളിലത്തെ കാര്യം പറഞ്ഞേക്കുന്നത്, ഡിസൈനിങ് ദ സെയിൽസ് പ്രൊമോഷൻ സ്കീംസ്. ദ ഫെയിം ഹാസ് ടു ഡെവലപ്പ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് അക്കോർഡൻസ് വിത്ത് ദ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ്. ഇഫ് ഇറ്റ് പുഷ് സ്ട്രാറ്റജി ദ സ്കീം മസ്റ്റ് ബി ഡിവൈസ്ഡ് ഇൻഡ്യൂസ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു സെൽ ദ പ്രൊഡക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ഏതൊക്കെ ഒരു ബിസിനസ് സ്വയമില്ല ഒരു ബിസിനസ് സ്വയമിൻ്റെ ഒരു ബിസിനസ് സ്വയമിൻ്റെ ഉൽപ്പന്നങ്ങൾ അത് വിറ്റഴിക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് നമ്മൾ രൂപവൽക്കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള വിജയത്തിന് അനുകൂലമാക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ സ്കീമുകൾ ഏതൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ രൂപവൽക്കരിക്കുന്നതെങ്കിൽ അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂടാൻ വേണ്ടി ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇടനിലക്കാരായിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൂട്ടുക. ആ ഒരു രീതിയാണെന്ന് പറയുന്നത് പുൾ സ്ട്രാറ്റജി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു തന്ത്രമാണ് നമ്മൾ രൂപവൽക്കരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടുള്ള ആളുകളെയും ഈ തരത്തിൽ ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏത് തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസാണ് പ്രധാനമായിട്ടും രൂപവൽക്കരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. ദെൻ അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് ദി സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ വിപണന മൂല്യമോ വിൽപ്പന മൂല്യമോ കൂട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാകുന്ന തുക അത് എങ്ങനെ കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി നടത്താൻ വേണ്ടിയാകുന്ന ബഡ്ജറ്റ് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് തീരുമാനിക്കുക. അതാണ് ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്വയമിൻ്റെ ഒരു ബിസിനസ് സ്വയമിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബിസിനസ് സ്വയം വ്യത്യസ്തമായുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിപണിയുടെയും അതുപോലെ തന്നെ മാർക്കറ്റിലെ ആളുകളുടെയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെയും പ്രൊമോഷൻ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുവാൻ. നമ്മൾ ഫലപ്രാപ്തിയുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി രൂപവൽക്കരിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിലവുകൾ എന്തുമാത്രം അത് ഫലപ്രദമായ രീതിയിൽ നടത്തണമെങ്കിൽ അതിനുണ്ടാകുന്ന ചിലവ് എങ്ങനെയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ സെയിൽസ് പ്രൊമോഷൻ എലമെൻറ്റ്സ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഫലപ്രാപ്തിയുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ മിക്സ് നമ്മൾ രൂപവൽക്കരിക്കുന്നത്. അതിന് ആ സെയിൽസ് പ്രൊമോഷൻ മിക്സിന് ഓരോന്നിനും ഏതൊക്കെ രീതിയിൽ ഈ പ്രൊമോഷൻ മിക്സിന് ഓരോന്നിനും ഏതൊക്കെ എന്തുമാത്രം ചിലവുണ്ടാകുമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുക. അതിനുവേണ്ടി നമ്മൾ ഓരോ എലിമെൻസിനെയും വിശകലനം ചെയ്യുക. ഓക്കെ, ഓരോന്നിൻ്റെ ഫലപ്രാപ്തി എന്തുമാത്രമുണ്ട്, ഓരോന്നിൻ്റെ വിജയസാധ്യത എന്തുമാത്രമുണ്ട്, ഓരോന്നിനും ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്തുമാത്രമുണ്ട് എന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രൊമോഷൻ മിക്സിനും എന്തുമാത്രം ചിലവുണ്ടാകുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ സെയിൽസ് പ്രൊമോഷൻ മിക്സുകളാണ് അഡ്വർടൈസിങ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ പെയ്ഡ് സെല്ലിങ്. അപ്പോൾ ഈ രീതിയിൽ നടത്തപ്പെടുന്ന ഓരോ പ്രൊമോഷൻ ആക്ടിവിറ്റീസിനും എന്തുമാത്രം ചിലവുണ്ട് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ് ഫേമിൻ്റെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏറ്റവും ഫലപ്രാപ്തിയിലെത്തുവാൻ വേണ്ടി ഏറ്റവും കാര്യക്ഷമത ഉള്ളതാക്കി മാറ്റുവാൻ വേണ്ടി ഉള്ള സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് ഏറ്റവും കാര്യക്ഷമമുള്ള രീതിയിൽ തയ്യാറാക്കുക. ഒരു ബിസിനസ് ഫേമിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്ന് തയ്യാറാക്കാൻ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുവാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുക. ഓക്കെ, ഓരോ സെയിൽസ് പ്രൊമോഷൻ എലമെൻറ്റ്സിനും എന്തുമാത്രം ചിലവുണ്ട് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം തയ്യാറാക്കിയ ബഡ്ജറ്റ് എമൗണ്ടിൽ നിശ്ചിത എമൗണ്ട് ഓരോ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനുമായിട്ട് നീക്കി വെക്കുക. അങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക.
പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കമ്പനിയുടെ വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ഉണ്ടാകുന്ന ചിലവ് എന്തുമാത്രമെന്ന് നിർണ്ണയിക്കുന്നതിലൂടെ കമ്പനിക്ക് മൊത്തത്തിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി മുടക്കുന്ന തുക എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടെത്തുവാനും അതുവഴി എന്താണ് ഓരോ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ വിജയസാധ്യതയും അതിൻ്റെ ഫലപ്രാപ്തിയും കാര്യക്ഷമതയും എന്തുമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുവാനും സാധിക്കുന്നു. ഇങ്ങനെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസിന് സെയിൽസ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ് സാധ്യമാകുന്നതിന് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് സഹായിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് എക്സിക്യൂഷൻ ഓഫ് ദി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ, അതല്ല എക്സിക്യൂഷൻ ഓഫ് ദിസ് ക്യാമ്പയിൻ, പ്രൊമോഷൻ ക്യാമ്പയിൻ. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്വയം നടപ്പിലാക്കിയേക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്വയം ആസൂത്രണം ചെയ്തേക്കുന്ന പ്രൊമോഷൻ ക്യാമ്പയിനുകൾ ഓരോന്നായിട്ട് നടപ്പിലാക്കുക എന്നതാണ്. ഇൻ ദ സ്റ്റേജ് ദ ഫെയിം ഇംപ്ലിമെൻറ്റ് ദ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. ദ ക്യാമ്പയിൻ ഷുഡ് ബി ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ്ലി അട്രാക്ട് ദ കസ്റ്റമേഴ്സ് ആൻഡ് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ yield faster and efficient response sales other than promotion tools. ഓക്കെ, അതായത് കമ്പനി പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ അത് ഫലപ്രദമായ രീതിയിലും ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിലും ഫലപ്രദമായ രീതിയിൽ അവയെ നടപ്പിലാക്കുക എന്നതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കിയേക്കുന്ന വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അത് ഏത് വിപണിയിലാണോ ഏത് മാർക്കറ്റിലാണോ നടത്തപ്പെടുന്നത് ആ മാർക്കറ്റിലെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്നും വേഗതയാർന്ന റെസ്പോൺസ് കിട്ടുന്നതിനും അതുവഴി തങ്ങളുടെ ബിസിനസ് സ്വയമിൻ്റെ വിപണന മൂല്യവും വിൽപ്പന മൂല്യവും വർദ്ധിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്യുന്നു. ഈ തരത്തിൽ എന്താണ്, ഈ തരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നടപ്പിലാക്കുക. തൽഫലമായിട്ട് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി തങ്ങൾ എന്ത് നിർദ്ദിഷ്ട ലക്ഷ്യമാണ് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി നേടിയെടുക്കാൻ ആഗ്രഹിച്ചേക്കുന്നത് ആ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ഏറ്റവും കാര്യക്ഷമമുള്ള രീതിയിലും വേഗതയിലും കൈവരിക്കുവാൻ ബിസിനസ് സ്വയമിനെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാലുവേഷൻ ദി അഡ്വർടൈസ്മെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ എഫക്റ്റീവ്നെസ്. ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ ദ ഫെയിം ഹാസ് ടു മെഷർ ദ എഫക്റ്റീവ്നെസ്. അതായത് ഒരു ബിസിനസ് ഫെയിം തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യവും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണന മാർക്കറ്റിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസുകൾ നടപ്പിലാക്കി അതിനുശേഷം അതിൻ്റെ ഫലപ്രാപ്തിയും ഈ നടപ്പിലാക്കിയ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തുമാത്രം ഫലപ്രാപ്തിയിലെത്തിയെന്നും അതിൻ്റെ കാര്യക്ഷമത എന്തുമാത്രം ഉണ്ട് എന്നും വിലയിരുത്തുകയും നിർണ്ണയിക്കുകയും ചെയ്യുക എന്നതാണ് എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ആ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി ആ ബിസിനസ് സ്വയം നടപ്പിലാക്കിയേക്കുന്ന തുക തിരിച്ചു കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് മുടക്കിയേക്കുന്ന മുടക്ക് മുതൽ ലാഭമായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്താനാവുകയുള്ളൂ. ആ നടത്തപ്പെട്ട സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വിജയസാധ്യതയിലെത്തിയിട്ടുണ്ടോ, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ് സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ ഫലപ്രാപ്തിയും അതിൻ്റെ കാര്യക്ഷമതയും അതിൻ്റെ പോരായ്മകൾ എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുവാനും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടപ്പിലാക്കിയതിന് ശേഷമുള്ള അതിൻ്റെ വിലയിരുത്തൽ അനിവാര്യമാണ്. ഇങ്ങനെ വിശകലനം ചെയ്യുന്നതിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ കാര്യക്ഷമത വിലയിരുത്തുന്നതിലൂടെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ ഫലപ്രാപ്തി എന്തുമാത്രമാണ് ഉള്ളതെന്നും കമ്പനിക്ക് ആ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിലൂടെ കമ്പനി ഉദ്ദേശിച്ച നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താവുന്നതുമാണ്. ഇതുകൂടാതെ തന്നെ ഭാവിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഈ കമ്പനി ഫ്യൂച്ചറിലെ ഏതെങ്കിലും തരത്തിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ നിലവിൽ നടത്തപ്പെട്ട സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ പോരായ്മകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ കാര്യക്ഷമതയുള്ള വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടപ്പിലാക്കാവുന്നതുമാണ്. ഇങ്ങനെ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ കാര്യക്ഷമത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇവാലുവേഷൻ ഓഫ് ക്യാമ്പയിൻ എഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ തരത്തിലുള്ള 8 സ്റ്റെപ്പിൽ കൂടിയാണ് ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒരു ബിസിനസ് ഫേമിൽ നടപ്പിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫേം തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ തങ്ങളുടെ ബിസിനസ് സ്ഥാപനം മാർക്കറ്റിൽ വിജയിക്കാനും വളരുവാനും വേണ്ടി ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും തീരുമാനിക്കേണ്ട കാര്യം ആ മാർക്കറ്റിലെ അവസരങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ബിസിനസ് സ്വയം എന്ത് ലക്ഷ്യമാണോ ആ വിപണിയിൽ നിന്ന് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു വിപണന ലക്ഷ്യം തയ്യാറാക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ വിപണന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ മിക്സുകൾ രൂപവൽക്കരിക്കുക എന്നതാണ്. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്കുകൾ നമ്മൾ രൂപവൽക്കരിച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി അവയെ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് പ്രചരണ തന്ത്രങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യുക എന്നതാണ്. നാലാമത്തെ കാര്യം, അതിനുവേണ്ടി ഓരോ പ്രൊമോഷൻ സ്ട്രാറ്റജിക്കും വേണ്ടി കാര്യക്ഷമതയുള്ള പ്രൊമോഷൻ സ്കീമുകൾ സെലക്ട് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊമോഷൻ സ്ട്രാറ്റജീസും പ്രൊമോഷൻ സ്കീമുകളും നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പണം അത് കണ്ടെത്തുക എന്നതാണ്. അതിനുവേണ്ടി സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് തയ്യാറാക്കുക. ദെൻ നടപ്പിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നടപ്പിലാക്കുക എന്നതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നടപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ കാര്യക്ഷമത എന്തുമാത്രമുണ്ട്, അതിൻ്റെ പോരായ്മകൾ എന്തുമാത്രമുണ്ട്, ആ സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ വിജയിച്ചോ എന്നറിയാൻ വേണ്ടി, അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ ഫലപ്രാപ്തി എന്തുമാത്രമുണ്ട് എന്ന് വിശകലനം ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക എന്നതാണ് എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാര്യക്ഷമതയുള്ള ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒരു ബിസിനസ് നടത്തുന്നതിന് മുമ്പ് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നടത്തേണ്ട പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ട് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, എന്തൊക്കെ തരത്തിലുള്ള ദോഷവശങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ആ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ് ഇക്വിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, സെയിൽസ് പ്രൊമോഷൻ എങ്ങനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സഹായിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് ഇക്വിറ്റി എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, brand equity is the sum total of values of assets and liabilities generated by a branded product over a period of time. It is referred to an additional amount of money consumers are willing to pay. Brand compared to other brand can generate brand equity of their product by making memorable, easily recognizable, and superior quality and reliability. Okay, sales promotion result is positive or negative influence of the brand. The major effect of sales promotion brand equity are detailed below. നമുക്ക് നോക്കാം എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ഉൽപ്പന്നത്തിന് അയാളുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ മേന്മകളും അതുപോലെ തന്നെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഒരു ആധിപത്യവും ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് നല്ലൊരു ബ്രാൻഡ് നെയിം ഉണ്ട് അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബ്രാൻഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ തങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി അധിക പൈസ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ അധിക പൈസ ചിലവഴിച്ച് അദ്ദേഹം വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യത്തെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നമ്മളുടെ വിപണിയിൽ നമുക്ക് ലഭ്യമായിരിക്കും. എന്നാൽ എന്താണ്, ചില കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അധിക പൈസ നമ്മൾ ചിലവാക്കുന്നു. അങ്ങനെ നമ്മൾ ചിലവഴിക്കുന്ന ആ അധിക പൈസയെ, ആ അധിക മൂല്യത്തെയാണെന്ന് പറയുന്നത് ആ ഉൽപ്പന്നത്തിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു ഉൽപ്പന്നം ഒരു ബിസിനസ് ഫേമിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉൽപ്പന്നം മൂലം ആ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അസറ്റുകളുടെയും അതുപോലെ തന്നെ ബാധ്യതകളുടെയും ആകെ തുകയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു ഉൽപ്പന്നം മൂലം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സൃഷ്ടിച്ചെടുത്ത ആകെ ആസ്തികളുടെയും അതുപോലെ തന്നെ ആകെ ബാധ്യതകളുടെയും ആകെ തുകയാണെന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഒരു കസ്റ്റമറിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാണെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഉൽപ്പന്നം മാത്രം കൂടുതൽ മൂല്യം നൽകി വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ആ മൂല്യം കൂടുതൽ ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ വെച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് കൂടുതൽ എത്ര മൂല്യമാണോ നമ്മൾ ചിലവഴിക്കേണ്ടി വന്നത് ആ ഒരു മൂല്യത്തിൻ്റെ ആകെ തുകയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഈ ബ്രാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ബ്രാൻഡുള്ള പ്രോഡക്റ്റിന് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ വിശ്വസ്തതയും അതുപോലെ തന്നെ കൂടുതൽ ആധിപത്യവും അതുപോലെ തന്നെ കൂടുതൽ സ്വാധീനവും ഉണ്ടാകും. ആ തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ മൂല്യത്തെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്.
വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിനുകൾക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഉൽപ്പന്നങ്ങളുടെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ തരത്തിലുള്ള വിശ്വസ്തതയും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു പ്രതിച്ഛായയും നല്ലൊരു ബ്രാൻഡഡ് വാല്യൂ വളർത്തിയെടുക്കുന്നതിന് സാധിക്കുന്നു. തൽഫലമായിട്ട് എന്താണ്, സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും ബ്രാൻഡ് ഇക്വിറ്റീസും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ ഏതൊരു ബിസിനസ്സുകാരനും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ വിപണന മൂല്യം പെട്ടെന്ന് കൂട്ടുവാനും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം പെട്ടെന്ന് വർദ്ധിപ്പിച്ച് പെട്ടെന്ന് തന്നെ ലാഭം ഉണ്ടാക്കി എടുക്കുവാനും വേണ്ടിയല്ല ചെറിയ കാലഘട്ടത്തിനുള്ളിൽ. പിന്നെയോ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ഒരു ജനപ്രീതിയും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ പ്രതിച്ഛായയും വളർത്തിയെടുക്കുക. അതുകൂടാതെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതുവഴി എന്താണ്, ഇതുവഴി തങ്ങളുടെ പ്രൊഡക്റ്റുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ അറിവും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ഉൽപ്പന്ന മൂല്യവും എടുക്കുക. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ പ്രൊഡക്റ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വളർത്തിയെടുക്കുക. ഒരു പോസിറ്റീവ് മനോഭാവം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുക. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ബിസിനസ്സുകാർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അനന്തരഫലമായിട്ട് ആ ഉൽപ്പന്നത്തിന് പർട്ടിക്കുലർ മാർക്കറ്റിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ ഒരു ബ്രാൻഡ് വാല്യൂ രൂപം കൊള്ളുന്നതിന് കാരണമായി മാറുന്നു. വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ബിസിനസ്സുകാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈ തരത്തിലുള്ള ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് കൂടുതൽ ആധിപത്യവും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ സ്വാധീനവും കൂടുതൽ വിശ്വസ്തതയും ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു ബ്രാൻഡ് വാല്യൂ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുവാൻ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും ബ്രാൻഡ് ഇക്വിറ്റിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നൽകപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രമേ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ബ്രാൻഡഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യക്ഷമതയില്ലാതെ നൽകപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നെഗറ്റീവായിട്ടുള്ളൊരു ബ്രാൻഡഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുവാനേ ഉപകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ട് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒരു ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഇക്വിറ്റി രൂപവൽക്കരിക്കുന്നതിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സഹായിക്കുന്നത് നമുക്ക് താഴെ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇറ്റ് ഇൻക്രീസ് ദ അവയർനെസ് ഓഫ് ബ്രാൻഡ് എമംഗ് ദ കൺസ്യൂമേഴ്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അറിവും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പകർന്നു കൊടുക്കുവാൻ വ്യത്യസ്തമായിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് സാധിക്കുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം, കസ്റ്റമേഴ്സിനെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുവാൻ വ്യത്യസ്തമായുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് സാധിക്കുന്നു. ഇതുവഴി കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള നല്ലൊരു ബ്രാൻഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുന്നതിനും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ബിസിനസ്സുകാരെ സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, കൺസ്യൂമർ ഡെവലപ്പ് ദ വാല്യൂ ആൻഡ് പെർസെപ്ഷൻ ഓഫ് എ ബ്രാൻഡ് ഓൺ ദ ബേസ് ഓഫ് ദി സ്ട്രെങ്ത് സെയിൽസ് പ്രൊമോഷൻ ക്യാമ്പയിൻ. If they see offer as highly favorable, then it may strengthen the relationship between consumers and brand. ഓക്കെ, അതായത് ഒരു ഏറ്റവും ശക്തമായ രീതിയിൽ നൽകപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ കൂടി വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഉൽപ്പന്നത്തിന് അനുകൂലമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ എന്താണ് പ്രതിച്ഛായയും വളർത്തിയെടുക്കുന്നതിന് ശക്തിയേറിയ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ മറ്റൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വിൽപ്പന വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് ശക്തമായ രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ബി ഡെവലപ്പ് മീനിങ് full point to difference to brand and association to a particular brand. Sales promotion can develop meaningful point of difference to
ദ ബ്രാൻഡ് ആൻഡ് ദ അസോസിയേഷൻ ടു എ പർട്ടിക്കുലർ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിലവിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഓരോന്നും എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഓരോ ഉൽപ്പന്നങ്ങളുടെയും പോരായ്മകളും ഓരോ ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും എന്തുമാത്രമാണ് ഉള്ളതെന്ന് വേർതിരിച്ച് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലും ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഒരു ജ്ഞാനം കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നതിലും സഹായിക്കുന്നു. തൽഫലമായിട്ട് എന്താണ്, ഓരോ ഉൽപ്പന്നങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ഉൽപ്പന്നങ്ങളുടെ മേന്മകളും നേട്ടങ്ങളും സവിശേഷതകളും എന്തൊക്കെയെന്ന് പരസ്പരം കമ്പയർ ചെയ്ത് മനസ്സിലാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മേന്മകളും നേട്ടങ്ങളും സവിശേഷതകളുമുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള അറിവ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതിനും എന്ത് കാരണമായി മാറുന്നു, പ്രധാനമായിട്ടും സെയിൽസ് പ്രൊമോഷൻ കാരണമായി മാറുന്നു. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള അറിവ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ സൃഷ്ടിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ ശക്തിയേറിയ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊണ്ട് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളും സവിശേഷതകളും മേന്മകളും എന്തൊക്കെയെന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുവാനും ഒരു ബിസിനസ്സുകാരനെ സഹായിക്കുന്ന ഒന്നാണ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ തരത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊരു ബ്രാൻഡഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുന്നു. ഇനി ഏതൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ദോഷകരമായ രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ബ്രാൻഡഡ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ബിസിനസ് ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇഫ് ദ കമ്പനി ഫോളോ ഹ്യൂജ് സെയിൽസ് പ്രൊമോഷൻ എഫോർട്ട് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഹൈ ബ്രാൻഡ് ഇമേജ് ഫോർ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ദെൻ ദ കൺസ്യൂമർ മേ പെർസീവ് ഇറ്റ് ആസ് എ സബ്സ്റ്റാൻഡേർഡ് ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം ഒരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിൽ കസ്റ്റമർ വിപണിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് അവർ ഒത്തിരി അല്ലെങ്കിൽ എന്താണ് വളരെ ബൃഹത്തായ രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ഇമേജ് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കമ്പനികൾ ചിന്തിക്കുന്നു. എന്നാൽ വളരെയധികം ക്വാളിറ്റി കുറഞ്ഞതും ഗുണമേന്മ കുറഞ്ഞതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ബ്രാൻഡ് ഇമേജും അതുപോലെ തന്നെ ബ്രാൻഡ് വാല്യൂം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ വലിയ രീതിയിലുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. തൽഫലമായിട്ട് അത് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കസ്റ്റമർ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ആ തരത്തിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് സഹായിക്കുകയുള്ളൂ. തൽഫലമായിട്ട് ഒരു കമ്പനി ഈ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ബ്രാൻഡ് വാല്യൂ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന വലിയ രീതിയിലുള്ള ബൃഹത്തായ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചെടുക്കുന്നു. കാരണം വളരെയധികം ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്ന കമ്പനികളായിരിക്കും ഇങ്ങനെ വലിയ രീതിയിൽ ഓഫറുകൾ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നൽകുന്നത് എന്ന് കസ്റ്റമേഴ്സ് ചിന്തിക്കുവാൻ ഇത് കാരണമായി മാറുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീക്വൻ്റ്ലി കണ്ടക്ട് ദ സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ലീഡ് ദ കൺസ്യൂമേഴ്സ് to buy the brand at a discount prices. Consumer will get unwilling to buy the brand at its earlier prices. This may lead to situation permanent cut in this price of a brand. അതായത് ഒരു കമ്പനി വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടുതൽ കസ്റ്റമേഴ്സ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി വളരെയധികം ഡിസ്കൗണ്ട് കുറച്ചുകൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിനെ വിറ്റഴിക്കുന്നു. തൽഫലമായിട്ട് കൂടുതൽ കസ്റ്റമേഴ്സ് ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് കാരണമായി മാറുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നീട് കമ്പനി ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വില കൂട്ടി ആ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് വാങ്ങാൻ താല്പര്യപ്പെടുകയില്ല. തൽഫലമായിട്ട് ആ കമ്പനിക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും കസ്റ്റമർ വാങ്ങണമെങ്കിൽ പഴയതുപോലെ തന്നെ വളരെയധികം വില കുറച്ച് കസ്റ്റമേഴ്സിന് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും. ഈ തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കാരണമായി മാറിയേക്കാം. അപ്പോൾ വ്യത്യസ്തമായുള്ള കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി വളരെയധികം ഡിസ്കൗണ്ടിൽ കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സ് ആ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് വാങ്ങി ഉപയോഗിക്കുന്നു. എന്നാൽ ആ കാലാവധി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ
സെയിൽസ് പ്രൊമോഷൻ ഡിസ്കൗണ്ട് സെയിൽസ് പ്രൊമോഷൻ വഴി ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്ന എമൗണ്ട് കട്ടാക്കുകയും ആഴ്ചയിൽ വിലയ്ക്ക് ആ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് വിൽപ്പനയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഈ വാഗ്ദാനം അംഗീകരിക്കണമെന്നില്ല. അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കുറയും. തൽഫലമായിട്ട് എന്താണ്, പ്രൈസ് കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ വീണ്ടും പ്രൈസ് കുറച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ട ഒരു സാഹചര്യം ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലേക്ക് കമ്പനിയെ നയിക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കാരണമായി മാറും. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത് കൺസ്യൂമർ മേ reduce or stop their purchases of a brand following frequent sales promotion as the brand may lose its popularity due to excessive promotions. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തരായിട്ടുള്ള ബിസിനസ്സുകാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ബ്രാൻഡ് വാല്യൂ കിട്ടുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന തുടർച്ചയായിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആളുകൾക്കിടയിൽ ആ ബ്രാൻഡിൻ്റെ ജനപ്രീതി കുറഞ്ഞു വരുന്നതിന് കാരണമായി മാറുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ, റെഗുലർ കസ്റ്റമേഴ്സായിട്ടുള്ള ഉപഭോക്താക്കൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നിർത്തുകയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയോ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ when a brand hope to attract the customers with the price discount to other incentives, there always the suspicion as to whether the brand is dropping the quality in order to manage lower prices. The suspension may lead to fall ഇൻ സെയിൽസ് വോളിയം. അതായത് ചില കമ്പനിക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടുകളും ഇൻസെൻറ്റീവും നൽകിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയുള്ള സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നൽകും. തൽഫലമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കരുതും ഈ ഉൽപ്പന്നങ്ങളുടെ വില പെട്ടെന്ന് കുറയാൻ കാരണം ആ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്രയും വില കുറച്ച് കസ്റ്റമേഴ്സിന് വിൽപ്പനയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നതെന്ന് കസ്റ്റമേഴ്സ് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ആ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കുറയ്ക്കുന്നതിനും വിൽപ്പന കുറയുന്നതിനും കാരണമായി മാറുന്നു. ഓക്കെ, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും എന്താണ് സെയിൽസ് പ്രൊമോഷൻ ഈ രീതിയിൽ നൽകപ്പെടുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒക്കെയും കമ്പനിയുടെ ബ്രാൻഡ് ഈക്വിറ്റിയും ബ്രാൻഡ് വാല്യൂയും സെയിൽസ് വോളിയത്തെയും കുറയ്ക്കുന്നതിന് കാരണമായി മാറുന്നു. ഇത്രയുമാണ് നെഗറ്റീവായ രീതിയിൽ സെയിൽസ് വോളിയത്തെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യം എന്താണ് സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, സെയിൽസ് പ്രൊമോഷൻ എങ്ങനെയാണ് ബ്രാൻഡ് ഇക്വിറ്റിയെ സ്വാധീനിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ്, ഇത്രയും 2 കാര്യങ്ങളാണ് പഠിച്ചത്. പറഞ്ഞതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക്